ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ ജഗത്ത് ഒരു പ്രത്യേക തരത്തിലാണ് കാണപ്പെടുന്നത്. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഒരു പ്രത്യേക തരത്തിൽ ഘടിപ്പിച്ചത് കൊണ്ടാണ് ജഗത്ത് ഇത്തരത്തിലെല്ലാം തോന്നപ്പെടുന്നത്. ഓരോരുത്തരും ഓരോ തരത്തിലാണ് ഓരോ വസ്തുവിനെയും ദർശിക്കുന്നത്. ചിലർക്ക് ചില വസ്തു ഇഷ്ടമാണെങ്കിൽ ചിലർക്ക് ആ വസ്തുവിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുമില്ല. അങ്ങനെ വസ്തുക്കളെ മാത്രമല്ല, വ്യക്തികളെയും ജീവികളെയും ചിലർക്ക് ചില ജീവികളെ നല്ല ഇഷ്ടമാണ്, ചിലർക്ക് ആ ജീവികളെ അങ്ങേയറ്റത്തെ വെറുപ്പുമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ വീക്ഷണകോണിലൂടെ വ്യത്യസ്തമായ വിധത്തിലാണ് ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്രകാരം തന്നെ നാം ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് ഈ ദേഹമാണ് നാം എന്നാണ്. വാസ്തവത്തിൽ നമ്മൾ ഈ ദേഹമല്ല, നമുക്ക് സഞ്ചരിക്കാനും ഭോഗങ്ങൾ അനുഭവിക്കാനുമുള്ള ഒരു ഉപകരണമാണ് ഈ ശരീരം. എന്നാൽ നാം ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ആ പരമസത്തയെ ബോധിക്കുമ്പോൾ നമ്മൾ ആണുമല്ല പെണ്ണുമല്ല. ശരീരം സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ ആണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. അതിനെ മാറ്റാൻ ആർക്കും സാധ്യവുമല്ല. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ സ്ത്രീയുടേതും പുരുഷൻ്റേതും എല്ലാം വ്യത്യസ്തമാണ്. ഹോർമോണുകൾ വേറെ വേറെയാണ്. അതിൻ്റെ ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ടാണ് ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്രകാരത്തിലുള്ള ഈ ശരീരത്തിൽ ഇണങ്ങിച്ചേർന്നതുകൊണ്ട് ഞാൻ ശരീരമാണ് എന്ന് നാം ധരിച്ചിരിക്കുന്നു. എന്നാൽ ആത്മതലത്തിലേക്ക് ഉയരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആത്മാവാണെന്ന് ബോധിക്കുമ്പോൾ ഈ ശരീരം അല്ല, ആണുമല്ല പെണ്ണുമല്ല. അതാണ് കാണുമ്പോൾ ആത്മസ്വരൂപത്തിനെ ആണും പെണ്ണും അല്ല നമ്മളാരും കാണിനേകളയാതെ മനസ്സെന്നിൽ വാണാൽ മഹാസുഖം എന്നറിയൂ. ഇതൊരു പരമസത്യമാണ്. കാണുമ്പോൾ ആത്മസ്വരൂപത്തിനെ, ആത്മാവ് എന്താണ് എന്ന് ബോധ്യം വരണമെങ്കിൽ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി ബഹിർഗമിക്കുന്നത് ഇല്ലാതെയാവണം. മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി ബഹിർഗമിക്കാൻ കാരണം തനിക്ക് സുഖവും സുരക്ഷയും ഈ കാണപ്പെടുന്ന വസ്തുക്കളാണ് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. എന്നാൽ ഇവയൊന്നുമല്ല, ഇവയെല്ലാം അനിത്യവും ക്ഷണികവും തുച്ഛവും ദുഃഖപ്രദവുമാണെന്ന് ബോധിച്ചാൽ അവയിൽ നിന്ന് മനസ്സ് വളരെ വേഗത്തിൽ വിട്ടുപോകും. അത് മനസ്സിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ അനിത്യമായ വസ്തുക്കൾ അനിത്യമാണ്, തുച്ഛമാണ്, അത് ദുഃഖപ്രദവും കൂടിയ. അനിത്യം ക്ഷണികം തുച്ഛം ദുഃഖപ്രദമനാത്മകം അതാം സ്നേഹിപ്പതി മന്നിൽ മിക്ക പേர்களுമാകയാൽ. മിക്ക ആളുകളും ഇതിനെയാണ് സ്നേഹിക്കുന്നത്. എന്തിനു വേണ്ടി? എനിക്ക് സുരക്ഷയും സുഖവും തരും എന്ന കണക്ക് കൂട്ടും. പക്ഷേ ഇവയ്ക്കൊന്നിനും നമുക്ക് സുരക്ഷ തരാൻ കഴിയില്ല, സുഖം തരാനും കഴിയില്ല. സുഖം തരണമെങ്കിൽ അവയിൽ സുഖം ഉണ്ടെങ്കിലല്ലേ തരാൻ പറ്റൂ. അവയിൽ സുഖം ഇല്ല. സുഖസ്വരൂപിയായ ഈശ്വരൻ അതിലിരിക്കുമ്പോൾ അവ സുഖദായകമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. അതിനാൽ സത്തിനെയും അസത്തിനെയും വേർതിരിച്ച്, പ്രകൃതിയെയും പുരുഷനെയും വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. നിത്യമായതിനെയും അനിത്യമായതിനെയും മനസ്സിലാക്കണം. ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയപ്പെടുന്നവ എല്ലാം തന്നെ അനിത്യമാണ്. നിത്യമല്ല എന്ന് പറഞ്ഞാൽ എന്നും ഇല്ലാത്തതാണ്. കാണപ്പെടുന്ന വസ്തുക്കളൊന്നും എന്നും നിലനിൽക്കുന്നില്ലല്ലോ. അതിനാൽ അത് നാം മനസ്സിലാക്കി അവയോടുള്ള അത്യാസക്തി ഉപേക്ഷിച്ചാൽ
പരമസുഖത്തിൻ്റെ ഉടമയായിത്തീരും നമ്മൾ. ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ് എന്ന തോന്നൽ വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. സത്യത്തിൽ നമ്മൾ സ്ത്രീയുമല്ല പുരുഷനുമല്ല. ശരീരം സ്ത്രീയാണ്, പുരുഷനുമാണ്. പക്ഷേ ശരീരസ്ഥനായിരിക്കുന്ന ആത്മാവ് സ്ത്രീയുമല്ല പുരുഷനുമല്ല. അതാണ് കാണുമ്പോൾ ആത്മസ്വരൂപത്തിനെ ആണും പെണ്ണും അല്ല നമ്മളാരും, കാണിനേരം കളയാതെ മനസ്സെന്നിൽ വാണാൽ മഹാസുഖം എന്നറിയൂ. എന്നിൽ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ, ആ സർവേശ്വരനിൽ നമ്മുടെ മനസ്സ് അല്പസമയം പോലും വെറുതെ കളയാതെ അതിൽ തന്നെ വർത്തിക്കുകയാണെങ്കിൽ നമ്മൾ മഹാസുഖത്തിൻ്റെ ഉടമയായിത്തീരും. അതിനപ്രകാരത്തിലുള്ള ജീവിതം നമ്മൾ നയിച്ചേ പറ്റൂ. അതാണ് നമ്മുടെ സുരക്ഷയ്ക്കും സുഖത്തിനും നമ്മൾ ചെയ്യേണ്ടത്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.